തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അല്ല, എന്നെ ക്ഷണിക്കണ കാര്യം പാറുവിനറിയോ? പിന്നെ സാറിനെ അടക്കം എല്ലാവരെയും ക്ഷണിക്കണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി, അച്ഛന് ബാക്കിയുള്ളവരെയും ക്ഷണിക്കണമെന്നുണ്ട്. വേഗം വേണം, ജോലിക്കൊരു തടസ്സം ഉണ്ടാക്കരുത്. അച്ഛാ വാ, വാ. ഇതൊക്കെന്ത് പറ്റി? ഞാൻ അനുഗ്രഹിക്കണം പോലും. എന്റെ പട്ടി പോവും. ഈ ഡിസൈനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ലവ്ലി, നോ? അല്ലേ? ഇങ്ങനെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൈലാഷിനോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ, സോ ദിസ് വൺ. യെസ്, കം ഇൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓ, ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? എന്താ പ്രിയൻ പെട്ടെന്ന് മുകളിലേക്ക് വന്ന്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? അതെ സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. പക്ഷേ കമ്പനിയെ പറ്റിയല്ല, പാറുവിനെ പറ്റിയ. പാർവതിയെ പറ്റിയോ? അതെ സർ. മുക്ത, നീ നിന്റെ ക്യാബിലേക്ക് വെക്കോ, ഞാൻ നിന്നെ വിളിക്കാം. കൈലാഷിന് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കാനതെടുക്കാം. ഞാൻ പോയാ പിന്നെ ഇവരെന്താ സംസാരിക്കുന്നെന്ന് ഞാൻ എങ്ങനെ അറിയും? മുക്ത, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? സാരമില്ല സർ, മാഡം കേൾക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ശരി, പാർവതിക്ക് എന്താ പറ്റിയത്? അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല സർ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. പാറുവിന്റെ അച്ഛൻ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തില് അദ്ദേഹത്തെ കാണാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എനിക്കറിയാം സർ. അദ്ദേഹം തന്നെ എത്ര പെട്ടെന്ന് വന്നത്? ലക്ഷ്മിയുടെ കല്യാണത്തിന് എല്ലാരെയും ക്ഷണിക്കാൻ വേണ്ടിയാ വന്നത്. ഓ, അദ്ദേഹം താഴെയുണ്ടോ? ഇല്ല, അദ്ദേഹം പോയി. അതെന്താ ഇത്ര പെട്ടെന്ന് പോയത്? ഞാൻ സാറിനെയും കൂടെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സാറിനെ വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും സാറിൻ്റെ അച്ഛനെയും അമ്മയും കൂടി ക്ഷണിക്കണമെന്നുണ്ടെന്ന്. പാറുവിൻ്റെ അച്ഛന് ഇവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാറാണ് പാറുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. ചിലപ്പോൾ സാറിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം കല്യാണക്കാരി സംസാരിച്ചു എന്ന് വരും. അങ്ങനെ സംഭവിച്ച സാറിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സീത മാമിനിപ്പോഴും എന്നോടും പാറുവിനോടും മനപ്രയാസം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. ആ ദേഷ്യം പാറുവിൻ്റെ അച്ഛനോട് കാണിച്ച ആകെ പ്രശ്നവും സർ. ഈ വിഷയം സാറൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓ, ഇതാണോ ഇത്ര വലിയ പ്രശ്നം? ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു. പ്രിയം വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാനോ എന്റെ ഫാമിലിയോ കാരണം നിനക്കോ പാർവതിക്കോ ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇത് വേണ്ടതുപോലെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു സർ. കൈലാഷ്, രാവിലെ നമ്മൾ സംസാരിച്ച ബില്ലുകളെല്ലാം ക്ലിയർ ചെയ്തോ? ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ആവും. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. യു ക്യാൻ ലീവ് നൗ. കൈലാഷ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, പ്രിയൻ പറഞ്ഞ പ്രശ്നത്തിന് ഞാനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യട്ടെ? അല്ല, കൈലാഷ് എന്തിനാ എന്നെ സംശയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരെ ഞാൻ ഒരിക്കലും സഹായിക്കില്ലെന്ന് കരുതിയിട്ടല്ലേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടു നോക്ക്.
നിനക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം നീ യൂസ് ചെയ്താൽ മതി.